പരിശുദ്ധ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന കമ്മീഷൻ ചെയർമാൻ, ഏറെ പ്രിയപ്പെട്ട നമുക്കെല്ലാം പ്രിയങ്കരനായ അഭിവന്യ പോളികാർപ്പസ് പിതാവേ, അഭിവന്യ പക്കോമിയൂസ് പിതാവേ, എന്ന പ്രത്യേകമായിട്ടും നമുക്ക് ഈ അന്തർദേശീയ യുവജന കൺവെൻഷൻ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന പത്തനംതിട്ടയുടെ ആദരണീയനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ആൻ്റണി എം പി, സഭാതല ഡയറക്ടർ അച്ഛ, ഈ ഭദ്രാസനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിബിൻ, ഡയറക്ടർ അച്ഛന്മാരെ, കോറപ്പിസ്കോപ്പാച്ച, ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഡയറക്ടർ അച്ഛന്മാരെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയ പരിഭ്രമം. കാരണം നമ്മൾ 1000 യുവജനങ്ങളെ, 1500ഓളം യുവജനങ്ങളെയാണ് പ്രതീക്ഷിച്ചത്. ആ കൗണ്ട് ഇനിയും കൂടും എന്നുള്ളതിൽ മാത്രമാണ് എനിക്കൊരു പരിഭ്രമമുള്ളത്. ആദ്യമേ തന്നെ ഈ അന്തർദേശീയ യുവജന കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ടും 95ാമത് പുനരൈക്യ വാർഷികത്തിന് സഭാസംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്ന പത്തനംതിട്ട ഭദ്രാസനത്തെയും അഭിവന്യ ഐറേനിയസ് പിതാവിനെയും, ഇന്ന് പ്രത്യേകമായിട്ട് 34ാമത് അന്തർദേശീയ യുവജന കൺവെൻഷന് നേതൃത്വം നൽകുന്ന പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിനെയും ഡയറക്ടർ അച്ഛന്മാരെയും ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ഈ തട്ട ഇടവകയിലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ ടോണി, യൂണിറ്റ് പ്രസിഡൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരുടെ ഒരു 10 മാസം കാലത്തെ ത്യാഗോജ്വലമായ ക്ഷീണമായ പരിശ്രമത്തിൻ്റെ തീർച്ചയായിട്ടും മനോഹരമായ ഒരു ദൃശ്യവൽക്കരണമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അന്തർദേശീയ യുവജന കൺവെൻഷൻ്റെ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് സഭാതല സമിതിക്ക് വേണ്ടി, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട യുവജനങ്ങൾ ഇവിടെ കടന്നു വന്ന് ഈ സംഗമത്തിലായിരിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സഭാസംഗമത്തിൻ്റെയും യുവജന കൺവെൻഷൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി എന്ന് ചോദിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെയുണ്ട്. എന്താണ് പ്രസക്തി? പ്രസക്തി വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മൾ ഈ സഭയുടെ മക്കളാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മക്കളായ നമ്മൾ സഭയുടെ ഔദ്യോഗികമായ സഭാ കൂട്ടായ്മയിൽ സംഗമത്തിൽ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ കാതോലിക്ക ബാബാ തിരുമനസിനോടും അഭിവന്യ പിതാക്കന്മാരോടും വൈദികരോടും സന്യസ്തരോടും ചേർന്ന് ദൈവപരിപാലനയുടെ ശതാബ്ദിയിലേക്കുള്ള ഈ കടന്നുവരവിന് നമ്മൾ ഒരുമിച്ചിരുന്ന് നന്ദി പറയുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി. ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഇപ്രകാരമാകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയെ കൂടുതൽ പ്രസക്തമാക്കുന്നത് ചരിത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഔദ്യോഗികമായിട്ട് പുനരൈക്യത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ കേട്ട മനോഹരമായൊരു വാക്യം, ചരിത്രത്തെ വിസ്മരിക്കുന്നവരെ ചരിത്രം അതിൻ്റെ കാലയവനികയ്ക്കുള്ളിൽ വിസ്മൃതിക്കുള്ളിൽ തളച്ചു കളയുമെന്നുള്ളതാണ്. ചരിത്രത്തെ വിസ്മരിക്കുന്നവരെ ചരിത്രം വിസ്മരിച്ചു കളയും. അഭിവന്യനായ ബത്തേരി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ ജോസഫ് പിതാവ് നമ്മോടൊപ്പം ഉണ്ട്. പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ ഐറേനിയസ് പിതാവുണ്ട്. പ്രത്യേകമായിട്ടും ഐറേനിയസ് പിതാവ്, രണ്ടുപേരെയും മുമ്പിലേക്ക് ഐറേനിയസ് പിതാവിനെ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്തോളൂ. ഏറെ സ്നേഹമുള്ളവർ, ചരിത്രത്തെ വിസ്മരിക്കുന്നവരെ ചരിത്രം അവഗണിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. എന്താണ് ഈ ക്രൈസ്തവ സമുദായം ഈ ലോകത്തിന് നൽകിയത്, ഈ നാടിന് നൽകിയത് എന്നുള്ളത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ യുവജന സുഹൃത്തുക്കൾ സഭയുടെ ശക്തിയായ സഭയോട് സ്നേഹവും കൂറും പുലർത്തുന്ന സഭയുടെ ഇന്ന് ആ യുവജനങ്ങൾ ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്കത് തന്നെയാണ് ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിന്താവിഷയമായിട്ട് വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സമൂഹം, ഈ ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സമുദായം ഈ രാജ്യത്തിന്, ഈ നാടിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നമുക്കൊരു മറുപടി ഉണ്ടോ? നമ്മുടെ സംഗമം ഈ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയായിട്ട് മാറുന്നുണ്ടോ? എന്താണ് സമുദായം? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും ഈ കേരളത്തിലുണ്ടായ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് സമുദായം എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള സമുദായ നേതാക്കന്മാരെ നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ അറിയാം. ശ്രീനാരായണ ഗുരുവിനെ നമുക്കറിയാം, മന്നത്ത് പത്മനാഭനെ നമുക്കറിയാം, ചട്ടമ്പി സ്വാമികളെ നമുക്കറിയാം. ഇവരൊക്കെ ഒരുപക്ഷെ ചരിത്രം പഠിക്കുന്ന, ചരിത്രബോധമുള്ള യുവതലമുറയോട് ഇവരെ കൂടുതലായിട്ട് വ്യക്തമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രമാണ്. ഇവർ രൂപം കൊണ്ട, ഇവർക്ക് ജന്മം നൽകിയ സമുദായത്തിൻ്റെ ജനങ്ങൾ, മക്കൾ അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അന്നത്തെ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ, സവർണ ആധിപത്യങ്ങൾക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടിക്കൊണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ അത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നവോത്ഥാനത്തിൻ്റെ പൊതുവായ പന്താവിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത് സാമൂഹിക പരിഷ്കർത്താക്കളായവരാണ് ഈ പറഞ്ഞ ഓരോ വ്യക്തികൾ. സംശയമൊന്നുമില്ല.
പക്ഷേ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നോക്കുമ്പോൾ ക്രൈസ്തവ സമുദായം എന്തു ചെയ്തു എന്ന് ചോദ്യം ചോദിക്കുന്നവരുടെ മുമ്പിൽ നമ്മളെങ്കിലും നമ്മുടെ ചരിത്രം മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇവരോടൊക്കെയും അരനൂറ്റാണ്ട് മുമ്പ് ഈ കേരളത്തിൻ്റെ മാനവികതയുടെ നെറുകയിലൂടെ നടന്നുപോയ ഒരു ഋഷിവര്യനെ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ നമുക്കറിയാം. വിശുദ്ധനായ ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ, ചാവറയച്ചൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ചാവറയച്ചൻ. അച്ഛൻ എന്താണ് ഈ സമൂഹത്തിന് നൽകിയത്? അദ്ദേഹം ഒരു ക്രൈസ്തവ സമുദായത്തിൻ്റെ നമ്മുടെയൊക്കെ അഭിമാനമായ നിൽക്കുന്ന ഒരു ബിംബമാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം ചെയ്തത് ഈ സമൂഹത്തിൻ്റെ പൊതുവായ ഉന്നമനം അല്ലെങ്കിൽ നവോത്ഥാനം അല്ലെങ്കിൽ വിമോചനം സാധ്യമാകുന്നത് ഭൗതികമായ ഒരു ഉന്നമനം നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അന്ന് വിദ്യാഭ്യാസം എല്ലാവർക്കും അപ്രായോഗികമായൊരു കാര്യമായിരുന്നു, അപ്രാപ്യമായൊരു കാര്യമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും എളിയവന് പോലും വിദ്യാഭ്യാസം ലഭിക്കണമെന്നും വിദ്യാഭ്യാസത്തിലൂടെ അവൻ്റെ ബുദ്ധിമണ്ഡലത്തിന് വികാസമുണ്ടാകുമെന്നും അവനെ അടിച്ചമർത്തുന്നവരുടെ നേരെ ഉയർന്നു നിന്നുകൊണ്ട് അവൻ്റെ സ്വത്വത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി അവനെ ഉദ്ബോധിപ്പിക്കുന്ന, അവനെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിയായി വിദ്യാഭ്യാസ പ്രക്രിയ മാറണമെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ പള്ളിയോടും കൂടി ആരാധനയ്ക്കൊപ്പം പള്ളിക്കൂടങ്ങൾ കൂടി സ്ഥാപിച്ച ഒരു ചാവറ ഏലിയാസ് അച്ഛൻ്റെ ചരിത്രം ഓരോ ക്രൈസ്തവനുമുണ്ട്. നമ്മളത് മറന്നു പോകുന്നുണ്ടോ? നമ്മോട് ചോദ്യം ചോദിക്കുന്നവരോട് നമുക്ക് ഈ ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പക്ഷേ ചരിത്രത്തിൻ്റെ ഏടുകളിൽ അവരെ വിസ്മൃതിയിലേക്ക് തള്ളിത്താഴ്ത്തുവാനാണ് ഇപ്പോൾ വല്ലാത്തൊരു ബദ്ധപ്പാടുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ചരിത്രബോധമാണ്, ചരിത്രത്തിലുള്ള തിരിച്ചറിവാണ് നമ്മുടെ സഭയോടുള്ള സ്നേഹത്തിന് കാതലായി നിലകൊള്ളേണ്ട അടിസ്ഥാനമായിട്ട് ഞാൻ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യത്തിൽ നിന്നാണ് ധന്യനായ മാർ ഇവാനിയോസ് പിതാവ് സകലതും ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ മുണ്ടൻമലയിൽ ഇറങ്ങിയപ്പോൾ ഒരു ആത്മഹത്യക്ക് തുല്യമായ ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് ബോധ്യമുണ്ടായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിലെ പരിപാലനയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് അന്ന് അബ്രാമിനെ എപ്രകാരമാണോ കർത്താവ് ലോകത്തിലേക്ക് അയച്ചത്, അബ്രാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അബ്രാഹാം എന്ന വിശ്വാസികളുടെ പിതാവായി രൂപാന്തരം ചെയ്യപ്പെട്ടതുപോലെ ഒരു പി ടി ഗീവർഗീസ് പണിക്കരച്ചൻ വിശ്വാസത്തിൽ ഊന്നി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ നിറകിൽ സാർവത്രിക സഭയിൽ നമുക്കൊരു സ്വർഗീയ മധ്യസ്ഥനായ ധന്യനായ മാർ ഇവാനിയോസ് പിതാവായി രൂപാന്തരപ്പെട്ടു. ഇതാണ് ചരിത്രബോധം. ഇതാണ് മലങ്കര സഭാമക്കൾ എന്ന നിലയ്ക്ക്, യുവജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട ചരിത്രബോധം. ചരിത്രം പൈതൃകമാണ്. പൈതൃകം എന്ന് പറയുന്നത് പിതാവിനെ അറിയലാണ്, കുടുംബത്തെ അറിയുന്നതാണ്. പിതാവെന്ന് പറയുമ്പോൾ ആരാണ്? നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തിയുണ്ട്. പിതാവെന്ന് പറയുമ്പോൾ നമുക്ക് ശക്തിയായി പറയുവാൻ ഒരു പേരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ABCDEFGHI പേരല്ല, അങ്ങനത്തെ പേരിനെ കുറിച്ചല്ല പറയുന്നത്. ശക്തമായൊരു പേരുണ്ട്, ഒരു നാമമുണ്ട്. പിതാവ് ആരാണെന്ന് മലങ്കര സഭയെ സംബന്ധിച്ച്, മലങ്കര സഭാമക്കളെ സംബന്ധിച്ച് നമുക്കൊരു പിതാവുണ്ട്. അതന്യനായ മാർ ഇവാനിയോസ് പിതാവാണ്. ആ പിതാക്കന്മാരുടെ സമർപ്പണത്തിൻ്റെ ആഘോഷമാണ് 95-ാം പുനരൈക്യ വാർഷികം. ആ ആഘോഷത്തിന് നമ്മൾ നൽകുന്ന ഒരു കൃതജ്ഞതയാണ് ഈ സംഗമം എന്ന് പറയുന്നത്. ഈ മണ്ണിലേക്ക് കൃത്യമായി നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ചിന്ത, നമ്മെ ഭരിക്കേണ്ട ബോധ്യം ഇതാകണമെന്ന് ഞാൻ ആ ഹൃദയത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ചരിത്രബോധം നമുക്കുണ്ടാകണം. ഈ ചരിത്രം നമുക്ക് ആവർത്തിച്ച് പറയുവാനായിട്ട് സാധിക്കണം. ഈ ചരിത്രത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കുന്ന ഒരു സാക്ഷ്യമായി നമ്മുടെ ഈ വാർഷികവും സംഗമവും മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ അടൂരിൻ്റെ മണ്ണിൽ പത്തനംതിട്ട ഭദ്രാസനത്തിൽ നമ്മൾ ഈ സംഗമം വെച്ചപ്പോൾ, നമ്മൾ ഔദ്യോഗികമായ പുനരൈക്യ വാർഷികത്തിൻ്റെ വേദി അതിനെ പ്രഖ്യാപിച്ചപ്പോൾ ഈ ദേശത്തിൻ്റെ മുഴുവൻ, ദേശവാസികളുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി അടൂരും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും മാറിയത്. നമ്മെ ബലപ്പെടുത്തുന്ന ഈ ബോധ്യം ക്രിസ്തുവിൽ നിന്നുള്ള ബോധ്യമാണ്. യുവജനങ്ങളെ, നിങ്ങൾ ദൈവവചനത്തിൽ വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ തീം എടുത്തപ്പോൾ ദൈവവചനം നമ്മുടെ ശക്തിയാണ്. അത് ബലഹീനൻ്റെ ആയുധമല്ല, ബലവാനായവനിലുള്ള സമർപ്പണമാണ് പ്രാർത്ഥനയും ദൈവവചനവും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മഴത്തുള്ളിയും ഒരു മനുഷ്യരാശിയുടെയും ചരിത്രം ഈ ലോകത്ത് കുറിച്ചിട്ടില്ല. ഒരു മഴത്തുള്ളിയും ഒരു മനുഷ്യ സംസ്കാരവും രൂപപ്പെടുത്തിയിട്ടില്ല. മഴത്തുള്ളികൾ ചേർന്ന മഹാസമുദ്രങ്ങളുടെ നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. 5 പേരിൽ നിന്ന് രൂപം കൊണ്ട ഈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 5 പേരിൽ തന്നെ പര്യവസാനിക്കുമെന്ന് വിശ്വസിച്ചവരുടെ മുമ്പിൽ അതൊരു വലിയ നദിയായി ഒഴുകിയെങ്കിൽ, അതൊരു ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഈ നദി മുന്നോട്ട് ഒഴുകുക തന്നെ ചെയ്യും.
മുണ്ടൻമലയിൽ ഉയർത്തിയ ദീപശിഖ യുവജന പ്രസ്ഥാനങ്ങളിൽ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തരുടെയും കരങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക ചെയ്യും. ഇതൊരു മഴത്തുള്ളിയല്ല, ഞങ്ങളൊരു മഹാസമുദ്രമാണ്. അത് വിശ്വാസത്തിൻ്റെ മഹാസമുദ്രമാണ്. ഇത് മുന്നോട്ട് ഒഴുകുക തന്നെ ചെയ്യും. മുന്നോട്ടുള്ള ഒഴുക്കിൽ പുതിയ പുതിയ സംസ്കാരങ്ങൾ, പുതിയ പുതിയ നവീകരണങ്ങൾ, പുതിയ പുതിയ ഏടുകൾ ചരിത്രത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ മാറിൽ നിറച്ചുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് ശതാബ്ദിയിലേക്ക് പോകുന്ന നമ്മൾ ഈ സമൂഹത്തിന് വലിയൊരു സാക്ഷ്യമാണ് വഹിക്കാനായി പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ചിന്ത, ഓരോരുത്തരെയും ഭരിക്കുന്ന ബോധ്യം ഇതായിക്കൊള്ളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ 34ാമത് അന്തർദേശീയ യുവജന കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ നിന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് MCYM. താങ്ക് യു മോനു. ഈ അനുഗ്രഹീത സദസ്സിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി പത്തനംതിട്ടയുടെ ആദരണീയനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ശ്രീ ആന്റോ ആന്റണി MP സ്വാഗതം